ഹലോ കാർത്തിക, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. എന്തൊക്കെയുണ്ട് നിന്റെ വിശേഷം? ഓ, എനിക്ക് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ചേച്ചിയോ? ഓ, ഫോണിലാണ് തോന്നുന്നു. അല്ല, ചേച്ചി ആരോടായി സംസാരിക്കുന്നേ? നിന്റെ അച്ഛനും അമ്മയ്ക്കും സുഖല്ലേ? ആടാ, അവർക്ക് സുഖ. അച്ഛനമ്മ എന്നോട് എപ്പോഴും നിന്നെ പറ്റി അന്വേഷിക്കും. രണ്ടാൾക്ക് നിന്നെ ഭയങ്കര കാര്യാ. എന്ത് ചെയ്യാനാ, ഫാൻസേ. ഹെഡേ കാർത്തികേ, ഞാൻ എല്ലാവർക്കും വലിയൊരു സംഭവം. ഓ, കാർത്തിക ചേച്ചിയാണോ സംസാരിക്കുന്നേ? കാർത്തിക ചേച്ചി ആദേശിനെ പൊക്കി സംസാരിക്കുന്നു തോന്നുന്നു. അതൊക്കെ പോട്ടെ. നിന്റെ സഹോദരങ്ങൾക്ക് സുഖല്ലേ? അവർക്ക് സുഖ. ഓക്കെ. സഹോദരങ്ങളുടെ കാര്യം പറഞ്ഞപ്പോളാ ഒരു സംഭവം ഉണ്ടായി. എന്തത് പറ. ഒരു മാസം മുമ്പേ ശംഭുവിൻ്റെ എക്സാം റിസൾട്ട് വന്നു. ഇതാണോ ഇത്ര വലിയ സംഭവം? നീ തോക്കിക്കയറി വെടിയാക്കല്ലേ, ഞാൻ മുഴുവൻ പറയട്ടെ. എന്നാ പറ. അതിലവന് കുറച്ച് സബ്ജക്റ്റിൽ മാർക്ക് കുറവെന്ന് വെച്ചാൽ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ട്. അമ്മ ഇതറിഞ്ഞാൽ രംഗം വഷളാവുമല്ലോ. അപ്പോൾ അവനെന്താ ചെയ്തെന്നറിയോ? അവൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ കള്ളൊപ്പിട്ട് അമ്മയാണെന്ന് പറഞ്ഞിട്ട്. ഇതിനൊക്കെ നിൽക്കാൻ ഒരു അനിയത്തിയുണ്ട്. ആര്? പൂജ. അവൻ്റെ ഏത് കാര്യത്തിനും അവൾ സപ്പോർട്ടാണ്. പിന്നെ പൂജ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, എക്സാം നല്ല മാർക്ക് വാങ്ങിക്കും. പിന്നെ അതിനെ പേരിൽ അവൾ അഹങ്കരിക്കും. പൂജമോള് അഹങ്കാരിയായിരുന്നു, ഒന്ന് പോടിയായിരുന്നു. പൂജമോള് പാവാ. പിന്നെ പാവം, അവൾ ഭൂലോക അഹങ്കാരിയാണ്. ചില സമയത്ത് അവളുടെ അഹങ്കാരിക്ക് തീരെ പിടിക്കില്ല. എന്നിട്ട് ബാക്കി പറ. എന്നിട്ട് അമ്മ ഇതറിഞ്ഞ്. അപ്പോൾ അമ്മ ശംഭുവിനെ നല്ലോണം കൊടുത്ത് കൂടെ സഹായത്തിന് ചേർന്ന് പൂജനും തല്ലി. അല്ലാതെ അമ്മ ഇത് സ്വയം കണ്ടുപിടിച്ചതാണോ അതോ നീ കൊണ്ട് പോയി ചോർത്ത് കൊടുത്തതാണോ? പിന്നെ എനിക്ക് അതല്ല പണി, ഒന്ന് പോടായിരുന്നു. മനസ്സിലായി. ഹരി, ആദ്യം ഒരു കാര്യം പറയാം. നീ എൻ്റെ കാർഡിൻ്റെ അടുത്തും കള്ളം പറയാം, പക്ഷേ ഈ കാർഡിൽ കൊണ്ട് കള്ളം പറയാൻ നോക്കണ്ട മോളെ. നിനക്ക് മനസ്സിലായില്ലേ? എങ്ങനെ മനസ്സിലാക്കാണ്ടിരിക്കും? നിന്നെ ഞാൻ ഇന്നലെ മിഞ്ഞാന്ന് കാണാൻ തുടങ്ങിയതല്ലോ. അതിനിപ്പോൾ എന്താ? ഇവരെനിക്ക് പണി തരുന്നുണ്ടല്ലോ, അപ്പോൾ ഞാൻ പണി കൊടുക്കണ്ടേ അങ്ങോട്ട്? അങ്ങനെ നീ പണി കൊടുത്തില്ലെങ്കിൽ എൻ്റെ പേര് ആദ്യചന്ദ്രൻ എന്നല്ലല്ലോ. നീ എൻ്റെ കൂട്ടുകാരി തന്നെ. മതി. അല്ലാതെ ദിയമോള് നന്നായി പഠിക്കൂലേ? ദിയമോള് പഠിക്കുന്ന എന്നാ കാക്ക മലർന്നു പറക്കും. എന്റെ പേര് പറയുന്നുണ്ടല്ലോ, ഞാൻ കേട്ടോക്കാം. എന്താണ് നീ അങ്ങനെ പറഞ്ഞേ? എൻ്റെ പൊന്നു കാർത്തികനെ ഇത് കേൾക്കണം. ഇന്നാളൊരു ദിവസം ഉണ്ടല്ലോ, അമ്മ ദിയനെ പഠിപ്പിക്കാനായിട്ട് ഇരുത്തി. ദിയമോളാണെങ്കിൽ എനിക്ക് പഠിക്കണ്ടേന്ന് കേട്ടൊന്ന് വാശി പിടിക്കാം. അമ്മയ്ക്കാണെങ്കിൽ നന്നായിട്ട് ദേഷ്യം പിടിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ എന്താ ചെയ്ത്? അമ്മ അടുക്കളയിലിരുന്ന വലിയൊരു പാരവടി എടുത്ത് ദിയയുടെ മേത്തടിച്ച്. അടിയോടടിയാണ്. ദിയമോളെ കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം അമ്മ അടി നിർത്തി. എന്നിട്ട് എന്താ, ദിയക്ക് ദേഷ്യം വന്നിട്ട് എന്താ ചെയ്യുന്നറിയോ? ആ ദേഷ്യത്തിന് വീടിൻ്റെ പുറകുവശത്തുള്ള മരത്തിൽ കയറി അവള്. അവിടെ ഇരുന്ന് ഞങ്ങളെല്ലാവരും പുറകുവശത്ത് പോയി അവളോട് ഇറങ്ങാൻ പറഞ്ഞേ. ഞങ്ങളെല്ലാവരും പറഞ്ഞു നോക്കി. എന്നിട്ട് ഇവൾക്ക് ഒരു കുലുക്കില്ല. അവസാനം അമ്മ അവളോട് സ്നേഹത്തോടെ വിളിച്ചു വരുത്തി അവളുടെ കരച്ചിലൊക്കെ മാറ്റി സെറ്റാക്കി. എൻ്റെ ദൈവമേ, മരത്തിൽ കയറി അവള്. അവൾ മരത്തിൽ കയറി. അതല്ല ഞാൻ ആലോചിക്കണേ, ഇവൾക്ക് ഇങ്ങനെ മരത്തിൽ കയറാൻ പറ്റിയെന്നാണ്. ആകെ എത്തിരില്ലല്ലോ. എന്നാലാദ്യേ ദിയമോളെ ഞാൻ വിചാരിച്ച പോലെ അല്ലല്ലോ. ആളിപ്പില്ല. അതെ. ചേച്ചി, നിനക്ക് ഞാൻ മരിച്ചിട്ടുണ്ട്. അപ്പൊ നിന്റെ പണി ഇതായിരുന്നില്ലേ? നീ എല്ലാവരും കുറ്റം പറയാൻ നോക്കണേ എന്റെ ഫ്രണ്ട്സിനോട്. ശരിയാക്കി തരുന്നുണ്ട് ഞാന്. എന്നാലും കാർത്തിക ചേച്ചി എന്നെ പറ്റി എന്ത് വിചാരിക്കും? നാണക്കേടായല്ലോ ഭഗവാനെ. നീ ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് വായോ? വരാൻ നോക്കാം. ആദ്യം ഞാൻ പിന്നെ വിളിക്കാട്ടാ. അമ്മ എന്നെ കുറേ നേരം വിളിക്കുന്നു. എന്നാ ശരിയടി. ശരിയടി. ശരി. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഇത് പൂജ ചേച്ചിനോട് ശംഭു ചേട്ടനോട് ഉടനെ തന്നെ റിപ്പോർട്ട് ചെയ്യണം.